മമ്മൂട്ടിയുടെ കളങ്കാവൽ പറഞ്ഞിട്ട് ഒരു പടം അടുത്ത് തന്നെ റിലീസ് ആവാൻ പോകുന്നുണ്ട്. സോ അതിന്റെ റൂമേർഡ് സ്റ്റോറി ലൈൻ വന്നിട്ട് എങ്ങനെയാണ് വെച്ചാൽ ഒരു 10-21 പെങ്കൊച്ചുങ്ങളെ വിവാഹ വാഗ്ദാനം നൽകി യൂസ് ചെയ്തിട്ട് സൈനൈഡ് കൊടുത്ത് കൊല്ലണ ഒരാളുടെ കഥയാണ്. സൈനൈഡ് മോഹനന്റെ കഥയാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. സോ ബേസിക്കലി അതിനെപ്പറ്റി അത്ര ഷുവറിറ്റി ഒന്നും ഇല്ല. സ്റ്റിൽ അതാണ് അതിന്റെ സ്റ്റോറി ലൈൻ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതേ സ്റ്റോറി ലൈൻ, അതായത് സിമിലർ സ്റ്റോറി ലൈനിൽ ഒരു സീരീസ് റിലീസ് ആയിട്ടുണ്ട്. ദഹാദ് എന്നാണ് സീരീസിന്റെ പേര്. ഒരു 8 എപ്പിസോഡിന്റെ സീരീസ് ആണ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ 10-28 കൊച്ചുങ്ങളെ ഈ കല്യാണം അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി മയക്കി യൂസ് ചെയ്തിട്ട് എഗെയിൻ സൈനൈഡ് കൊടുത്ത് കൊല്ലുന്നതാണ് കാണിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് അങ്ങ് രാജസ്ഥാനിലാണ്. സോ രാജസ്ഥാനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സീരീസ് തുടങ്ങുമ്പോൾ ഓരോ പബ്ലിക് ടോയ്ലറ്റിൽ വെച്ചിട്ട് ഓരോ പെൺകൊച്ചുങ്ങളുടെ ഡെഡ് ബോഡി കിട്ടുകയാണ്. അപ്പൊ പലരും ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സൂയിസൈഡ് ആണ് എന്നാണ്. പിന്നെയാണ് മനസ്സിലായത് സൂയിസൈഡ് അല്ല, ഇത് കൊലപാതകമാണ്. അങ്ങനത്തെ കഥ പറഞ്ഞു പോകുന്ന സീരീസാണ്. അപ്പൊ ഇതിൽ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കൊച്ചുങ്ങളൊക്കെ ഏതോ ഒരുത്തന്നെ ഇപ്പൊ ഒളിച്ചോടിയ പോലെയാണ് കാണിക്കുന്നത്. പിന്നെ അവിടെയൊക്കെ ഭയങ്കര കാസ്റ്റിന്റെ കേസസും ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഒളിച്ചോടി പോയ ശേഷം വീട്ടുകാർ കേസ് ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നാലെ അന്വേഷിക്കാനോ നിൽക്കില്ല. പിന്നീട് ഇവരെ ഡെഡ് ബോഡി കിട്ടുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ ഇത് എനിക്ക് തോന്നുന്നു 2023-ലും 2024-ലും ഇറങ്ങിയ ഒരു സീരീസ് ആണ്. അതിൽ സൊനാക്ഷി സിൻഹയാണ് മെയിൻ ലീഡായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയത്. ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടു, അതായത് കളങ്കാവലിന്റെ സിമിലർ സ്റ്റോറി ലൈനാണ് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് കണ്ടു. പട്ട സീരീസ് കേട്ടോ, പട്ട സീരീസ് ആണ്. 8 എപ്പിസോഡ്, ഓരോ എപ്പിസോഡ് 1 മണിക്കൂർ വീതമുണ്ട്. അതായത് ഏകദേശം 8 മണിക്കൂറുണ്ട്. സ്റ്റിൽ വർത്ത് വാച്ച് ആണ്. വിജയ് വർമ്മയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ തുമ്പാടിലെ നായകൻ സോഹും ഷാ ഉണ്ട്, പിന്നെ ഒരു ദേവയ്യ, എന്താണ് ഗുൽഷൻ ദേവയ്യ, അവരൊക്കെ ആളൊക്കെ ഉണ്ട്. കിഡിലെ കാസ്റ്റിംഗ് ഒക്കെ പക്കയാണ്. ആൻഡ് പെർഫോമൻസ് വൈസ് ഈച്ച് ആൻഡ് എവരി വൺ സൂപ്പർ തന്നെയായിരുന്നു. സോ നമുക്ക് ഈ ക്ലാസിക് സൈക്കോപാത്ത് എന്നാണ് ഇതിലത്തെ വില്ലനെ പറയുന്നത്. വില്ലൻ ആരാണെന്ന് ഞാൻ കാസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആള് വന്നിട്ട് ഓരോ കില്ലിങ്സ് നടത്തണമാണ്. ഒരു തെളിവ് ആള് വെക്കില്ല. പിന്നെ ചില കില്ലിങ്സ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു അയ്യ ഇവൻ എന്ത് പൊട്ടനാണ്, ഈ തെളിവൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ചോദിക്കുമ്പോൾ അത് ഇവരെ പെടുത്താൻ വേണ്ടിയിട്ടുള്ളായിരിക്കും. ഒരു തെളിവും വെക്കാത്ത ക്ലാസിക് സൈക്കോപാത്തിന്റെ കഥ പറയുന്ന സീരീസ് ആണ്. ഫ്രം ദ ഫസ്റ്റ് എപ്പിസോഡ് ടിൽ ദ ലാസ്റ്റ്. അതായത് 1 മണിക്കൂർ ഉണ്ടെങ്കിൽ പോലും എവിടെ ഒരു ബോറടിയും തോന്നില്ല. എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കാര്യങ്ങൾ കൊണ്ടുവരും. അങ്ങനെ നല്ല രസത്തിൽ എടുത്തു വെച്ചാൽ ഫൈനലി ഇയാളെ പിടിക്കണമൊക്കെ അടിപൊളിയാണ്. സോ ഇതിൽ എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ട് തോന്നിയത്, യൂഷ്വലി നമുക്കറിയാം നോർത്തിൽ ഈ കാസ്റ്റ് അല്ലെങ്കിൽ റിലീജിയന്റെ ബേസിസിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഈവൻ പോലീസുകാരെ വരെ അതിന്റെ ബേസിസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മാറ്റി നിർത്തുന്നുണ്ട്. ഇപ്പൊ ഒരു വീട്ടിലൊരു കേസ് അന്വേഷിക്കാൻ ഒരു പോലീസുകാരൻ, അതായത് ഓഫീസർ, കോൺസ്റ്റബിൾ എന്നല്ല ഓഫീസറെ പോയാൽ നീ ആ കാസ്റ്റ് അല്ല, അതുകൊണ്ട് ഇറങ്ങി നിൽക്ക്, വീട്ടിന്റെ ഉള്ളിൽ കയറണ്ടാകും. അവര് മിണ്ടാതെ മാറി നിൽക്കും. അതേപോലെ തന്നെ ഒരു ബാക്ക്വേർഡ് കാസ്റ്റിലുള്ള ഒരാൾ പോലീസ് സ്റ്റേഷനിൽ, ഓഫീസർ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോ ചന്ദനത്തിരി കത്തിക്കുക, അയാൾ പോകുമ്പോ ചന്ദനത്തിരി കത്തിക്കുക. പിന്നെ ഡെഫിനറ്റ്ലി ചിലപ്പോൾ ഇതൊക്കെ അവിടെ നടക്കുന്നതാണ് ആയിരിക്കും, ആണോ അല്ലെന്നും അറിയാം. പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് വെച്ചാൽ അത് വല്ലാത്ത അത്ഭുതം തന്നെ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഓരോ കേസ് നടക്കുമ്പോൾ അവര് വീട്ടുകാർ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു ഹിന്ദു ലേഡി ഒരു മുസ്ലിം യുവാവിന്റെ ഒളിച്ചോടി പറയുമ്പോൾ അവര് നാണക്കേട് കാരണം പോയി റിപ്പോർട്ട് ചെയ്യില്ല. വൺസ് പിന്നെ ഇവര് ഡെഡ് ബോഡി ഒക്കെ കിട്ടുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ പോലീസുകാരെ എല്ലാവരും അറിയുന്നത്. സോ ഒരു അടിപൊളി സീരീസ് ആണ്. എനിക്ക് ബേസിക്കലി ഭയങ്കര ഇഷ്ടപ്പെട്ട സീരീസ് ആണ്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം.